സമ്മേളന നഗരിയിൽ നിന്നും എസ് ശ്രീജയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശ്രീജ, സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രവർത്തന റിപ്പോർട്ട് അവതരണം കഴിഞ്ഞു. മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ റിപ്പോർട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി അടുത്ത മിനിറ്റുകൾ ഉള്ളത്. നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ട് അവതരണം എപ്പോഴാണ്? ഏതായാലും തൊഴിലാളികളുടെ വിപ്ലവ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച കൊല്ലം ജില്ലയിലാണ് സംസ്ഥാന സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൗഢോജ്വലമായ തുടക്കം തന്നെയാണ് പ്രതിനിധി സമ്മേളനത്തിന് ഉണ്ടായത്. ഏതായാലും പാർട്ടി കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് രാവിലെ തന്നെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനത്തിന് ശേഷം തുടർന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഏതായാലും പ്രതിനിധി സമ്മേളനത്തിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അവതരണത്തിന് ശേഷം ഉച്ചഭക്ഷണത്തിന് വേണ്ടി പ്രതിനിധികൾ പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ 4 മണിക്കാണ് പ്രതിനിധി സമ്മേളനം പുനരാരംഭിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് അവതരണത്തോടു കൂടിയായിരിക്കും. ഏതായാലും ഏത് രീതിയിലാണ് ഒരു നവകേരളത്തെ പടുത്തുയർത്താൻ കേരളം ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് ഈ നവകേരള റിപ്പോർട്ട് അവതരണത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എത്രത്തോളം വലിയ തിരിച്ചടികൾ സംസ്ഥാനം നേരിടുന്ന ഒരു ഘട്ടം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും വലിയ പോരാട്ടം നടത്തി അതിജീവനം നടത്തേണ്ട ഒരു ഘട്ടം, അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്ന 4 മണിക്കായിരിക്കും മുഖ്യമന്ത്രിയുടെ നവകേരള റിപ്പോർട്ട് അവതരണം നടക്കുക. അതിനുശേഷം ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതായിരിക്കും. ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. തുടർന്ന് നാളെ നടക്കാനിരിക്കുന്നത് ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരിക്കും നാളെ നടക്കുക. അതിനടുത്ത ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും നടക്കും. ഏതായാലും അതിന് രണ്ടിനുമുള്ള മറുപടി അവസാന ദിവസമായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഏതായാലും പറയാൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ നിലവിൽ ഏതായാലും പ്രതിനിധി സമ്മേളനത്തിലെ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ഉച്ചയൂടിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. അന്ന എസ് ശ്രീജയാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.